ഹൈക്കമാൻഡിൽ നിന്ന് കെ.സി. വേണുഗോപാൽ കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇറങ്ങി ഇവിടെ വേണ്ട തരത്തിലുള്ള നീക്കവും തുടങ്ങിക്കഴിഞ്ഞു. വന്ന സമയത്ത് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ അധികാരസ്ഥാനത്തിനൊന്നും വേണ്ടിയല്ല, പിന്നെന്ത് വെറുതെ ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ വന്നതാണോ കെ.സി. വേണുഗോപാൽ? ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്നവരോടാണോ കെ.സി. ഇങ്ങനെയൊക്കെ പറയുന്നത്? അധികാര കസേരയൊന്നും കണ്ടിട്ടല്ല വരുന്നത് എന്ന്. ആകെ കൂടെ കേരളത്തിൽ മാത്രമേ ഇനിയിപ്പം അവശേഷിക്കുന്നുള്ളൂ. കോൺഗ്രസിൻ്റെ നില ദേശീയ തലത്തിൽ വളരെ പരുങ്ങലിലാണ്. കേരളത്തിലും ആ പരുങ്ങലിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തിയിലെത്തുന്നതിന് മുമ്പ് ഒരുപക്ഷെ 2026 ഒരവസരം കിട്ടിയാൽ 10 വർഷമായിട്ട് പിണറായി വിജയനെ സഹിക്കുന്ന കേരളീയർ ഒരുപക്ഷെ ഒന്ന് മാറ്റിക്കുത്തിയാൽ UDFന് കയറി വരാനുള്ള സാഹചര്യമുണ്ടെന്ന് ഏവർക്കും അറിയാം. ആ പരീക്ഷണത്തിന് ഒന്ന് മുതിർന്നേക്കാവെന്നും പറഞ്ഞാണ് കെ.സി. ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ കളം നിറഞ്ഞില്ലെങ്കിലും സമയമാകുമ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് കെട്ടിയിറക്കുമായിരുന്നു. ഇതിപ്പോൾ ഒന്ന് നേരത്തെ വന്നു എന്നതേ ഉള്ളൂ. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാഹുൽ ഗാന്ധി ജീവൻ മരണ പോരാട്ടവും ഒക്കെ ആയിട്ടാണ് അവിടെ പോകുന്നത്. അവിടെ വളരെ ദയനീയമാണ് കോൺഗ്രസിൻ്റെ കാര്യം. കാരണം കഴിഞ്ഞ തവണ തന്നെ, അതായത് 2020 തന്നെ 70 സീറ്റ് കൊടുത്തതിൽ 19 ഇടത്താണ് വിജയിക്കാൻ കഴിഞ്ഞത്. അതിനേക്കാളും പരിതാപകരമാണ് ഇക്കുറി. അവിടെ ജീവൻ മരണ പോരാട്ടം നടത്തി നോക്കുകയാണ് രാഹുൽ ഗാന്ധി. അവിടെ പോയി നിൽക്കേണ്ട ഒരാളാണ് കെ.സി. വേണുഗോപാൽ. അതിനിടയ്ക്കാണ് അദ്ദേഹം കുറ്റി പറിച്ച് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കുന്നത്. ഇവിടെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ പ്രതിപക്ഷ നേതാവുണ്ട്, തലമുതിർന്ന മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അതിനേക്കാളും മുമ്പ് ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത് കെ.സി. വേണുഗോപാലാണ്. ഈ കെ.സി. വേണുഗോപാലിനെ അത്ര പേർക്കൊന്നും എല്ലാവർക്കും ഒന്നും അറിയണമെന്നൊന്നുമില്ല. രാഷ്ട്രീയം മനസ്സിലാക്കുകയും പഠിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഈ കെ.സി. വേണുഗോപാൽ ഇവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് ആ പുനഃസംഘടനാ പട്ടിക ഉണ്ടായല്ലോ. ആ പട്ടികയിൽ പലർക്കും അതൃപ്തിയായിരുന്നു. കോൺഗ്രസിൽ ഒരിക്കലും തൃപ്തിയോടുകൂടി ഒരു പട്ടികയും പുറത്തു വന്നിട്ടില്ല. അതിന് നോക്കിയിരുന്നാൽ ഈ അടുത്ത നൂറ്റാണ്ടിൽ ഇവിടെ നടക്കാത്ത കാര്യമാണ്. അതെന്നും പരാതിയും പരിഭവവും ഒക്കെ ഉള്ളൂ. ഇപ്പോൾ നോക്കിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലായാൽ പോലും പെട്ടിയെടുപ്പുകാർ വരെ എന്തെല്ലാം സ്വപ്നം കാണുമെന്നറിയാം. സ്വപ്നം കാണാൻ എല്ലാവർക്കും റൈറ്റ് ഉണ്ട്, ആയിക്കൊള്ളട്ടെ. പെട്ടിയെടുപ്പുകാർക്ക് വരെ എന്തെങ്കിലുമൊക്കെ റോൾ കൊടുത്തേക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പുനഃസംഘടനാ പട്ടിക, അതായത് ജംബോ പട്ടിക. വളരെ വിചിത്രമായ പേരുകളൊക്കെയാണ് കോൺഗ്രസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പുറത്തു വന്നപ്പോൾ നമ്മുടെ കെ. മുരളീധരൻ്റെ പട്ടികയിലുള്ള ആരും തന്നെ ഇല്ല. മുരളീധരൻ അതിശക്തമായിട്ട് ഇതിനെ വിമർശിച്ചു. വിശ്വാസ സംരക്ഷണ യാത്രയിൽ നിന്ന് ഇറങ്ങിപ്പോയി കളഞ്ഞു. അത് പന്തളത്ത് സമാപിക്കുമ്പോൾ കെ. മുരളീധരൻ അവിടെ വേണം. കെ. മുരളീധരൻ നയിച്ചുകൊണ്ട് വന്നതാണ്. കെ. മുരളീധരൻ ഒരു ഭക്തനല്ലേ, ഒന്നാം തരം. അപ്പോൾ പന്തളത്ത് അവിടെ വേണം. കെ. മുരളീധരന് വേണ്ടി അവിടെ എത്തിക്കാൻ വേണ്ടി വലിയ നീക്കങ്ങൾ തന്നെ നടത്തി, ഒന്ന് അനുനയിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒടുവിൽ കെ.സി. എത്തി. അത് കെ.സി. അല്ല, കെ. മുരളീധരൻ എത്തി. കെ.സി. എത്തിയത് എങ്ങനെയാണ്? കെ.സി. ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ചരട് വലിച്ചു. കെ. മുരളീധരന്റെ പട്ടികയിൽ വരുന്ന മുഴുവൻ പേർക്കും പരിഗണന വേണ്ട തരത്തിൽ കൊടുക്കും. കെ. മുരളീധരനുമായിട്ട് കൈകോർക്കാനുള്ള ചില തന്ത്രങ്ങളും കെ.സി. ആവിഷ്കരിച്ചു. വേണ്ടപ്പെട്ടവരെ ഭാരവാഹി പട്ടികയിൽ കൊണ്ടുവരും. പിന്നെ 2026 UDF അധികാരത്തിൽ വരുമ്പോൾ സർക്കാരിൽ ഒരു മികച്ച ഒരു പദവി തന്നെ കെ. മുരളീധരന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന എവിടാന്ന് ഇനി അത്രയും
പുറത്തു വന്നിട്ടില്ല. കെ സി വേണുഗോപാൽ കെ മുരളീധരനെ ഒതുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പൊ കെ സിക്കറിയാൻ കെ മുരളീധരനെ തൊട്ട് കളിച്ചാൽ അത് കുഴപ്പമുണ്ടാക്കും. കെ മുരളീധരന്റെ 10 പേര് അറിയുന്നതാണ്. കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രസംഗം നടത്താൻ മാത്രമുള്ള ഒരാളൊന്നും അല്ല, നിങ്ങൾ വിളിക്കുന്നിടത്തൊക്കെ വന്ന് ഞാൻ പ്രസംഗിക്കണമല്ലോ. കാരണം കെ മുരളീധരന്റെ പ്രസംഗവും പിണറായി വിജയനെതിരെയുള്ള വിമർശനവും ഒക്കെ ജനം ഇഷ്ടപ്പെടുന്നതാണ്. കെ സി വേണുഗോപാൽ പ്രസംഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര പേര് കൂടും? എത്ര പേർക്ക് അറിയാം ഈ കെ സി വേണുഗോപാലിനെ? മറിച്ച് കെ മുരളീധരൻ പ്രസംഗിക്കാൻ എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ, അത് നമ്മുടെ ആ പുതിയ തലമുറയുടെ ഒരു വൈബ്രൻ്റ് ഉണ്ടല്ലോ, അതുപോലെ നിൽക്കും കെ മുരളീധരൻ. മുരളീധരൻ ഒരു മണ്ഡലത്തിൽ ചെന്നാൽ പോലും ആ മണ്ഡലത്തിലുള്ള വോട്ടർമാരെ കയ്യിലെടുക്കുന്നതിൽ ബഹുസമർത്ഥനാണ്. ഇത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കണ്ടതാണ്. അങ്ങനെ വട്ടിയൂർക്കാവ് മണ്ഡലം കസ്റ്റഡിയിൽ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊണ്ട് പൊക്കോളാം വടകരയ്ക്ക് പറഞ്ഞു വിട്ടതാണ്. അവിടുന്നാണ് പിന്നെ നേമത്ത് കൊണ്ടുവന്നു, നേമത്തുനിന്ന് പിന്നെ വടകരയിൽ കൊണ്ട് ചെന്ന് പിന്നെ തൃശ്ശൂർക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം കെ മുരളീധരന് പുതിയ സ്ഥാനമാനം നൽകിയിരിക്കും. 2026 സേഫായിട്ടുള്ള മണ്ഡലം കൊടുക്കും. ജയിച്ചു വന്ന് കഴിയുമ്പോൾ UDF അധികാരത്തിലെത്തുമ്പോൾ ഒരു പക്ഷേ സ്പീക്കർ പദവിയോ അതല്ലെങ്കിൽ മികച്ച വകുപ്പോടുകൂടിയ ഒരു മന്ത്രിസ്ഥാനമോ കെ സി വേണുഗോപാല് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കെ സി വേണുഗോപാലിന് കളി മനസ്സിലായി. കെ മുരളീധരനോട് കൊമ്പ് കോർക്കാൻ പോയാൽ അത് തനിക്ക് പണി കിട്ടും എന്ന് കെ സി മനസ്സിലാക്കിയിട്ടാണ് കെ മുരളീധരനുമായിട്ട് കൈ ഓർക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പിന്നെ അത് കെ മുരളീധരനെ മാറ്റി നിർത്തിയാൽ വലിയ പ്രശ്നത്തിലേക്ക് മാറും എന്നുള്ളതും മനസ്സിലാക്കി. അപ്പോൾ നമുക്കറിയാം, ആള് കൂടണമെന്നുണ്ടെങ്കിൽ മുരളീധരൻ തന്നെ വേണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കെ സി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിയത്. അതാണ് നേരത്തെ വന്ന് ഈ കളം നിറയുകയാണ്. ഇപ്പൊ ഇവിടെ എല്ലാത്തിൻ്റെ ഉദ്ഘാടനത്തിനും CPM-ലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ പിന്നെ ആളാഭീതം നടക്കുകയാണ്. ഇപ്പൊ ഡബിൾ റഹീം കുറെ കാലമായിട്ട് ഇങ്ങനെ ഇവിടെ കറങ്ങുന്നുണ്ട്. എന്തിനാണ്? രാജ്യസഭ കാലാവധി അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ ഇവിടെ കയറണം, നിയമസഭയിൽ സീറ്റ് പിടിക്കണം, എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അധികാരത്തിൽ വരുമ്പോൾ പല മന്ത്രിസ്ഥാനമെങ്കിലുമൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് റിയാസിൻ്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇദ്ദേഹം. അത് CPM-ന്റെ കാര്യം. അപ്പോൾ എന്തായാലും കെ മുരളീധരനെ കെ സി വേണുഗോപാൽ ചേർത്ത് നിർത്തിക്കൊണ്ട് കളിക്കളത്തിൽ ഇറങ്ങി കളിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. 6 മാസം ബാക്കിയുള്ളപ്പോൾ കളിക്കളത്തിൽ അങ്ങനെ നിറഞ്ഞാടാൻ തന്നെ വേഷം കെട്ടി നിൽക്കുന്ന കെ സി വേണുഗോപാൽ കെ മുരളീധരനെ ചേർത്തുകൊണ്ട് ഇനി മുമ്പോട്ട് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.